ഡിവൈസ് പോക്കോ X3 നമുക്ക് കൊറിയറായിട്ട് വന്ന സെറ്റാണ്. കസ്റ്റമറിനെ വിളിച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് പറയണത് ഓഡിയോ നോട്ട് വർക്കിംഗ്, അതുപോലെ തന്നെ ഇയർ സ്പീക്കർ ആണെന്നെങ്കിലും മെയിൻ സ്പീക്കർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓഡിയോ വർക്ക് ചെയ്യണില്ല. അതുപോലെ തന്നെ ക്യാമറ ഒന്നും വർക്ക് ചെയ്യണില്ല. ക്യാമറ എടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്ക്രീൻ, അതായത് ബ്ലാങ്ക് സ്ക്രീനിലായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക സ്റ്റക്കായിട്ട്. പിന്നെ തന്നെ ബാക്ക് ഇറങ്ങും ചെയ്യും. ഇത് കോമൺ ആയിട്ട് പോക്കോ സീരീസിലും അതുപോലെ തന്നെ റെഡ്മി സീരീസിൽ ബ്ലാക്ക് പേസ്റ്റഡ് ആയിട്ടുള്ള ഐസിയോൾ വരുന്ന സീരീസിലും വരുന്ന കംപ്ലൈൻ്റാണ്. അതായത് ബോൾ ഡ്രൈ ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന കംപ്ലൈൻ്റാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ CPU കൊണ്ട് വരുന്ന ഇഷ്യൂ ആണ്. അതായത് CPUവിൻ്റെ ഓരോ ബോൾസും ഓരോ ഫങ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഓഡിയോ, ഇയർ സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ മെയിൻ സ്പീക്കർ വർക്ക് ചെയ്യാനും ക്യാമറ വർക്ക് ചെയ്യാനുള്ള ബോൾസ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPU റീബോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വർക്കാവും. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് സൊല്യൂഷനും CPU റീബോൾ ചെയ്തിടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ CPU റീബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗമ്മ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗമ്മ് കട്ട് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 213 എയറാണ് വരുന്നത്. അപ്പോൾ ഗമ്മ് കട്ട് ചെയ്യാൻ ഹീറ്റ് അടിക്കുന്ന സമയത്ത് കുറച്ച് നേരം വെച്ച് പ്രീ ഹീറ്റ് ആക്കണം നല്ലതാണ്. കാരണം ഹീറ്റായിട്ട് ക്ലിയർ ആയിട്ട് ഗമ്മ് കട്ട് ചെയ്യാവും ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ക്രാച്ചസ് വരും. ഈ പ്രഷർ ചെയ്തിട്ട് മറ്റേ ഗമ്മ് കട്ട് ചെയ്യുമ്പോഴാണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ക്ലിയർ ആയിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെല്ലെ ഒരൊറ്റ വലിയ തന്നെ ഗമ്മും കാര്യങ്ങളൊക്കെ കട്ടായി പോരും. അപ്പോൾ നമ്മൾ ഗമ്മ് കാര്യങ്ങളൊക്കെ കട്ടാക്കിയിട്ട് പിന്നെ CPU പൊക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 ഹീറ്റും 70 എയറും ഇട്ടിട്ടാണ് CPU പൊക്കിയത്. പിന്നെ CPU പൊക്കിയതിന് ശേഷം നമ്മളതിൽ ആ ചൂടിൽ തന്നെ കുറച്ച് ഫ്ലക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ചൂടിൽ തന്നെ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ 2-3 വട്ടം ബോഡി ഹീറ്റാക്കണതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരൊറ്റ ഹീറ്റിൽ തന്നെ പറ്റുന്ന പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിച്ച് വെക്കണതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫ്ലക്സ് കുറച്ച് ഇട്ടിട്ട് പുതിയ PPD 183യുടെ മറ്റേ അയണിൻ്റെ മുകളിലാക്കിയിട്ട് അതിൻ്റെ പാഡ്സ് മൊത്തം മെൽറ്റിംഗ് പോയിൻറ്റ് ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചിലവർ PPD ഡയറക്റ്റ് ബോർഡിലേക്ക് ഇടും. കാരണം ഫ്ലക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ PPD ഇടുകയാണെന്നുണ്ടെങ്കിൽ പരക്കാൻ സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഈ CPU ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് വെക്കുമ്പോൾ ഈ ഫ്ലക്സിൻ്റെ കൂടെ PPD കാര്യങ്ങളൊക്കെ വന്നിട്ട് ഉള്ളിൽ ബോൾസിൻ്റെ മുകളിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോൾസ് വലുതായിട്ട് ഉള്ളിൽ ഷോർട്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് PPD കുറച്ച് എടുത്ത് വെച്ചിട്ട് അത് അയണ് മുക്കിയിട്ട് ഇതിൽ വന്നിട്ട് മെൽറ്റിംഗ് പോയിൻറ്റ് ചേഞ്ച് ചെയ്യണം ഏറ്റവും ബെറ്റർ എന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലക്സിൻ്റെ കൂടെ PPD വരക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ PPDയുടെ മെൽറ്റിംഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ പാഡിൻ്റെ മുകളിൽ വരുന്ന ലെഡ് കാര്യങ്ങളൊക്കെ വിക്കിട്ടിട്ട് ക്ലിയർ ആയിട്ട് വലിക്കുകയാണ്. ഈ വിക്കിട്ട് വലിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 4 സൈഡിൽ കറക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് 4 സൈഡിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു സൈഡിൽ തന്നെ വെച്ചിട്ട് 4 ഭാഗം ക്ലീൻ ആക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ മൂലയിലുള്ള മറ്റേ ലെഡ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ലെഡ് കാര്യങ്ങളൊക്കെ വലിച്ചതിന് ശേഷം നമ്മൾ കാർബൺ പിടിച്ചിട്ടുള്ള കുറച്ച് ബ്ലാക്ക് പാഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലാക്ക് പാഡ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ലെഡ് ഇട്ട് വലിക്കണമെന്നില്ല. ഈ ഓരമുള്ള ബ്രഷ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പാഡ്സ് പക്കയായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് നിൽക്കുന്ന കുറച്ച് ഗമ്മ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഗമ്മ് വല്ലാണ്ട് പ്രഷർ ചെയ്തിട്ട് അയണായിട്ട് എടുത്തിട്ടുണ്ടായില്ല. അപ്പം 4 സൈഡിൽ നിൽക്കുന്ന ഗമ്മ് മാത്രമേ ഇനി ബാലൻസ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഗമ്മ് കാര്യങ്ങളൊക്കെ ഒരു 230 ഹീറ്റും ഒരു 50 എയറിലിട്ടിട്ട് ഈ സ്ക്രാച്ചറായിട്ട് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും. അപ്പോൾ ഈ ഗമ്മ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോൾസ് പാഡിൻ്റെ മുകളിൽ പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഗമ്മ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് കുറച്ച് ടിന്നർ മുക്കിയിട്ട് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് IC ക്ലീൻ ചെയ്യണമാണ്. IC ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലക്സ് എത്തി ഇടാം. കാരണം ഈ ബോർഡിലാകുമ്പോഴാണ് ഇഷ്യൂ. മെൽറ്റിംഗ് പോയിൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ PPD നടുവിലിടുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ഈ CPU വെക്കണ സമയത്ത് എവിടെ നിന്നൊക്കെ എന്നില്ലാണ്ട് നമ്മുടെ ഈ PPD ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാം. അപ്പോൾ പരമാവധി ലെഡ് അയണിൻ്റെ മുകളിലാക്കിയതിന് ശേഷം തന്നെ വെക്കാൻ നോക്കുക. സെയിം മെത്തേഡിനാണ് ഇതിലും ഫ്ലക്സ് ഇടണം. നമ്മൾ ബോൾസിൻ്റെ മറ്റേ മെൽറ്റിംഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ PPD വെച്ചിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ PPD വെച്ചിട്ട് മെൽറ്റിംഗ് പോയിൻറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഹീറ്റ് മറ്റേ ഗമ്മിൻ്റെ മുകളിൽ തട്ടിയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ജസ്റ്റ് ഗമ്മ് ഇളകി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രഷറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗംസ് കാര്യങ്ങളൊക്കെ ഇളകി വരും. പിന്നെ ജസ്റ്റ് ഒന്ന് വിക്കിട്ടിട്ട് വലിക്കുമ്പോൾ തന്നെ വിക്കിൻ്റെ ഒരു ഒരം കാരണം തന്നെ നമ്മുടെ ഈ ഗമ്മ് കംപ്ലീറ്റ് ആയിട്ട് ഐസിയുടെ മുകളിൽ നിന്ന് പോകുന്നു കിട്ടും.
പിന്നെ ഐസിയുടെ മുകളിൽ കുറച്ച് കാർബൺ പിടിച്ചിട്ടുള്ള ബ്ലാക്ക് ഡോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് പാഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിതുപോലെ ഈ ഒരള്ള ബ്രഷ് വെച്ചിട്ട് വലിച്ചാൽ മതി. പിന്നെയെന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്ലീൻ ചെയ്ത CPU റീബോൾ ചെയ്യണം. റീബോൾ ചെയ്തിട്ട് വേണം നമുക്ക് ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്യാൻ. ഈ റീബോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ബോളും ഒരുപോലെ കിട്ടണം. അപ്പോൾ ചിലവർ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യും, ചിലവർ ഒറ്റ ടേക്കിൽ തന്നെ അടിക്കണവരുണ്ട്. അപ്പോൾ ചിലത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും വലിയ ഐസികളാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ നിൽക്കില്ല, കാരണം ചെറിയ ബോൾസ് ആവണമെങ്കിൽ ഏറ്റവും ബെറ്റർ ഉണ്ടാവും വലിയ ഐസികൾക്ക്. അപ്പോൾ സിംഗിൾ ടേക്കിൽ തന്നെ അടിച്ചെടുക്കും. ഇതെന്ന് പറയുന്ന സമയത്ത് ചെറിയ ഐസിയാണ്, അപ്പോൾ ബോൾസ് കട്ട് ചെയ്യാൻ സുഖമാണ്, പിന്നെ റീബോൾ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഇതിലിപ്പോൾ 199 PPD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 183 ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി വരുന്ന ചാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലാകുമ്പോൾ 199 ആണ്. അതിനും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് PPD ഇട്ടിട്ട് ഹീറ്റ് അടിച്ചിട്ട് ബോളാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും തല ഒരുപോലെയാണ് നോക്കി. ഈ കട്ട് ചെയ്ത് ചെത്തിയെടുക്കണ സമയത്ത് എല്ലാ ബോൾസിനും തല ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ചിട്ട് എടുത്താൽ മതി. പക്ഷെ ഞാൻ ഇതാക്കി നോക്കിയ സമയത്ത് കുറച്ച് ബോൾസിൻ്റെ തല ഒരുപോലെയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി PPD ഇട്ടിട്ട് വീണ്ടും ഹീറ്റ് അടിക്കുക. ഈ ബോൾസ് ചെറുതായുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ഓരോ ഫങ്ഷൻസ് വർക്ക് ആവേണ്ടി വരും, പിന്നെയും CPU എടുത്ത് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി PPD ഇട്ടിട്ട് ബോൾസ് എല്ലാം ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് അടിച്ച് പിന്നെയും തല ഒരുപോലെ ചെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ ഐസ് ചെയ്യുമ്പോൾ 2-3 വട്ടം ചെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ വട്ടം ചെത്തുന്നത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെത്തിയിട്ട് ഹീറ്റ് അടിച്ചിട്ടുള്ള ഐസിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാ ബോൾസും ഒരുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഐസി സ്റ്റെൻസിൻ്റെ മുകളിൽ എടുത്തതിന് ശേഷം കുറച്ച് ഫ്ലക്സ് ഇട്ടിട്ട് ഹീറ്റ് അടിക്കാറുണ്ട്. അതും ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലക്സ് ഇട്ടൊന്ന് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാ ബോൾസും ക്ലിയർ പാഡിൻ്റെ മുകൾക്ക് ഇറങ്ങി വന്നിരിക്കുന്നതാണ്. ജസ്റ്റ് പൊസിഷൻ തെറ്റി ഇരിക്കേണ്ടതുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ അതുപോലെ ഫ്ലക്സ് ഇട്ട് ഹീറ്റ് അടിച്ചതിന് ശേഷം കുറച്ച് ഫ്ലക്സ് ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ക്ലിയർ പൊസിഷനും ക്ലിയർ ആക്കിയിട്ട് ഇതുപോലെ CPU വെച്ച് കൊടുക്കണം. CPU വെച്ച് കൊടുത്തിട്ട് ഒരു 330 ഹീറ്റും ഒരു 50 എയറിൽ തന്നെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഊരിന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിൻറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 199 PPD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റും കുറച്ച് കുറവ് മതി, ഓവറായിട്ട് ഹീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അത്ര ഹീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഐസ് ഫിക്സ് ചെയ്യണം. ഐസ് ഇപ്പോൾ ഊരിന സമയത്താണെന്നെങ്കിലും ഫിക്സ് ചെയ്യുന്ന സമയത്താണെന്നെങ്കിലും അപ്പുറത്തിരിക്കുന്ന EMMC ഡ്രൈ ആവാണ്ട് നോക്കാനാണ് ഈ ജസ്റ്റ് ഒരു ഹീറ്റിംഗ് ഫോയിലിൻ്റെ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഹീറ്റിംഗ് ഫോയിലിൻ്റെ ടാപ്പ് ഒട്ടിക്കുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ കോയിൻസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ചെയ്യുമ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും EMMC പൊക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സമയം കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ബെറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹീറ്റിംഗ് ഫോയിലിൻ്റെ ടാപ്പോ അല്ലെങ്കിൽ ഒരു 5 രൂപയുടെ കോയിന് വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഐസിയുടെ നമ്മൾക്ക് ഹീറ്റ് അടിച്ചുകൊണ്ട് വെക്കുമ്പോൾ ഐസിൽ നിന്ന് ഫ്ലക്സ് ചാടും. അതായത് നമ്മളിപ്പോൾ ഫ്ലക്സ് ഇട്ടിട്ട് ഹീറ്റ് അടിക്കണമല്ലോ ബോൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫ്ലക്സ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ചാടി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐസ് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് വന്നിട്ട് അതേ പൊസിഷനിലിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാ ബോൾസും പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൾസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോയ സ്ഥലത്തേക്ക് തന്നെ റിട്ടേൺ വന്നിരിക്കുള്ളൂ. അപ്പോൾ ഐസി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം ഹീറ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൂളിംഗ് ഫാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂളിംഗ് ഫാൻ യൂസ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കൂളിംഗ് ഫാൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ബോർഡ് പക്കയായിട്ട് കൂളായി. പാനലിൽ ബോർഡ് ഇട്ടിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കണക്ട് ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ചാർജിങ് ആംപിയർ നോക്കുമ്പോൾ 0.3 അതുപോലെ തന്നെ അതിൻ്റെ ചാർജിങ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ CPU ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യേണ്ട ചെറിയൊരു രീതിയാണെന്ന് പറഞ്ഞത്, ബാറ്ററി കണക്ടർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ഓണാക്കി നോക്കുന്ന സമയത്ത് ഡിവൈസ് കംപ്ലീറ്റ് ആയിട്ട് ഓണായിട്ട് ചെക്ക് ചെയ്യേണ്ട മെയിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടച്ച് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടച്ച് വർക്ക് ആവുന്നുണ്ടോയെന്ന് എല്ലാ ഡിവൈസിലും ചെക്ക് ചെയ്യണം. അപ്പോൾ ടച്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ സ്ക്രൂസ് ഇടുന്ന സമയത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു വൈറ്റ് സ്ക്രൂ വരും. അതായത് വൈറ്റ് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറഞ്ഞ സെൻസർ ഉണ്ട്, അത് വർക്കാവുള്ളൂ. ചില ഡിവൈസിൽ ഈ വൈറ്റ് സ്ക്രൂ പോകാറുണ്ട്. അപ്പോൾ പ്രോക്സിമിറ്റി കംപ്ലൈൻ്റ് ആയിട്ട് റിട്ടേൺ വരാറുണ്ട്. അപ്പോൾ ഈ പോക്കോ X3
3 Pro ഇതിലൊക്കെ കോമൺ ആയിട്ട് ഈ വൈറ്റ് സ്ക്രൂ വരുന്നുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ മാത്രമേ മറ്റേ പ്രോക്സിമിറ്റി സെൻസർ ക്ലിയർ ആയിട്ട് വർക്ക് ആവുള്ളൂ. പിന്നെ സെറ്റ് ഫുള്ള് ഓണാക്കിയിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ട് ക്യാമറ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആണെന്നുണ്ടെങ്കിലും 2x സൂം ആണെന്നുണ്ടെങ്കിലും ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നുള്ളത് ഓഡിയോ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഓഡിയോ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണെങ്കിലും ഓഡിയോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാ QC കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ഫങ്ഷൻസും ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ഇഷ്യൂ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ബയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും ബയോയിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ DM ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.